ചേട്ടാ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഒരു ക്രൈമാണ്. നമ്മുടെ കൂടത്തായിയിലെ ജോളിയെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു വനിതാ കുറ്റവാളി. ഇവരൊരു 11 വർഷം നീണ്ടു നിന്നൊരു ക്രൈമിൽ പങ്കാളിയാകുന്നു. അമ്മായിയമ്മയെ കൊലപ്പെടുത്തുന്നു. സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളെ തുടർന്നായിരുന്നു ഈ ഒരു കൊലപാതകവും തുടർന്ന് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊലപാതകങ്ങളും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇത് നമ്മുടെ കൂടത്തായി ജോളി ഉണ്ടല്ലോ, ജോളിയുടെ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഉത്തർപ്രദേശിലെ ഝാൻസി കേന്ദ്രീകരിച്ചുകൊണ്ട് പൂജ യാദവ് എന്ന ഈ സ്ത്രീ നടത്തിയിട്ടുള്ള ക്രൈം. ജോളി അറിയാലോ, ജോളി സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടിയാണ് ദീർഘകാലം പ്ലാൻ ചെയ്ത് ഓരോ ക്രൈമുകൾ നടപ്പാക്കിയത്. പക്ഷേ പൂജയെ നോക്കുമ്പോൾ പൂജയ്ക്ക് അത്ര സ്ഥലത്തേക്ക് അത്ര വലുതായി ഒരുപാട് പേരെ തട്ടിക്കളയാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ വലിയ പ്ലാനുകളായിരുന്നു പൂജയുടെ ക്രൈമിന് പിന്നിലുള്ളത്. ഇവിടെ വാടക കൊലയാളികളെ വരെ പൂജ ഉപയോഗിച്ചു എന്നുള്ളതാണ്. 2 തവണയാണ് വാടക കൊലയാളികളെ പൂജ ഓരോരുത്തരെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഝാൻസി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ കഥ തുടങ്ങുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ പൂജ യാദവ് എന്ന സ്ത്രീയെ ഏതാണ്ട് 11 വർഷങ്ങൾക്ക് മുമ്പ്, അപ്പോൾ ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് അവർ വിവാഹിതയായി. അതൊരു പ്രണയ വിവാഹമായിരുന്നു. മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരാളുമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗോളിയാറാണ്. അപ്പോൾ ഇവർ മധ്യപ്രദേശിലുള്ള ഒരാളുമായിട്ട് വിവാഹത്തിലായി. അങ്ങനെ ഇയാളുമായിട്ടുള്ള വിവാഹത്തെ തുടർന്ന് പ്രണയത്തിലായി, വിവാഹത്തിലായി. അങ്ങനെ വളരെ സന്തോഷകരമായി ജീവിക്കുന്ന സമയത്ത് ഇയാളുടെ സ്വത്തിൽ ഇവർ കണ്ണുവെച്ച് തുടങ്ങി. സിറ്റിയുടെ കണ്ണായ സ്ഥലത്ത് ഇയാൾക്ക് സ്വത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വത്തിൽ പൂജ കണ്ണുവെച്ച് തുടങ്ങി. അങ്ങനെയാണ് പ്രണയം തന്നെ ആരംഭിക്കുന്നത്. ഇയാൾക്ക് സിറ്റിയുടെ കണ്ണായ സ്ഥലത്ത്, ഇപ്പം പൂജ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളിയാറിൻ്റെ ഒരു റൂറൽ ഏരിയയിൽ കിടക്കുന്ന ആളാണ് പൂജ യാദവ്. പക്ഷേ ഭർത്താവ് വളരെ റിച്ചായിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ ഇയാളെ കൊലപ്പെടുത്തിയാൽ ഈ സ്വത്ത് കിട്ടുമെന്ന് പൂജയ്ക്ക് തോന്നി. അങ്ങനെ 11 വർഷം, വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിയവേ ഈ സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി പൂജ 2 വാടക കൊലയാളികളെ ഏൽപ്പിച്ചു. ഭർത്താവിനെ വെടിവെച്ച് കൊല്ലാനാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഇവർ 11 വർഷം മുമ്പ് ഈ ഭർത്താവിനെ, അതായത് പൂജയുടെ ഭർത്താവിനെ മധ്യപ്രദേശിൽ വെച്ച് അയാൾക്ക് നേരെ വെടിവെച്ചു. ആ വെടിയേറ്റത് അയാളുടെ റൈറ്റ് തോളിലായിരുന്നു. ആ തോളിൽ കൊണ്ടതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. തോളിൽ വെടിയേറ്റ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഓടി രക്ഷപ്പെട്ടതോടുകൂടി ഇതിനെക്കുറിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം നടന്നു. ഈ വാടക കൊലയാളികളെ പിടികൂടി. അപ്പോൾ വാടക കൊലയാളികൾ പറഞ്ഞു, ഇത് ഇയാളുടെ ഭാര്യ തന്നെയാണ് ഇതിന് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ കേസിൽ പൂജ യാദവ് പിടിയിലാവുകയും കുറേ കാലം റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തു. കേസിൽ പിന്നീട് അയാൾ സാക്ഷി പറയാനൊന്നും തയ്യാറായില്ല. അയാളുടെ കുറച്ചുകൂടെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബമായതുകൊണ്ട് പൂജയ്ക്കെതിരെ കേസ് പറയാനൊന്നും നിൽക്കാത്തതുകൊണ്ട് ആ കേസ് പിന്നീട് തള്ളിപ്പോയി. പുറത്തിറങ്ങി ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ച പൂജയെ അവിടെ ഒരു ക്രിമിനലുണ്ട്. ഈ ഗുണ്ടാ സംഘത്തിനൊക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാളുടെ പേര് കല്യാണം എന്നാണ്. അതായത് പൂജയ്ക്ക് വേണ്ടി വാടക കൊലയാളികളെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഗുണ്ടാ സംഘത്തിൻ്റെ വന്നവർക്കിടെ നേതാവാണ് കല്യാൺ. അങ്ങനെ പൂജ ഈ കല്യാണിനെ പരിചയപ്പെടുന്നു. കല്യാണിനെ പരിചയപ്പെട്ട് കല്യാണുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ കല്യാണിനെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ കുറേ കാലം ഇവർ ഝാൻസിയിൽ തന്നെ താമസിക്കുന്നു. കല്യാണിനൊപ്പം ഝാൻസിയിൽ താമസിക്കുന്നു. അങ്ങനെ താമസിച്ചു വരികയും ഈ കല്യാണിനെ വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുന്നു. ആ വണ്ടി ആക്സിഡൻ്റ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. അല്ല, ഇയാളുടെ പേരിൽ കുറേ ക്രിമിനൽ കേസുകൾ ഉള്ളതുകൊണ്ട് ഇയാളെ എതിർപക്ഷം വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ കല്യാൺ മരണപ്പെട്ട ശേഷം ഇവർ ഒറ്റയ്ക്കായി. അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്ന ഈ ഝാൻസിയിലെ വീട്ടിലേക്ക്, കല്യാണിൻ്റെ വീടും ഈ ഝാൻസിയിൽ തന്നെയാണ്, അവരുടെ തറവാട്. അയാളുടെ അച്ഛൻ അജയ് സിംഗ്, അതുപോലെ തന്നെ അയാളുടെ സഹോദരൻ സന്തോഷ്, ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കല്യാണിന് നേരത്തെ ഒരു വിവാഹം കഴിച്ചാണ്, പൂജയ്ക്കൊപ്പമാണ് താമസം എന്നറിഞ്ഞതോടുകൂടി ആ ഭാര്യ കല്യാണിനെ വിട്ട് പോയിരുന്നു. അങ്ങനെ അജയ് സിംഗും ഈ പറയുന്ന സന്തോഷും ചേർന്ന് ഇവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ മൊത്തം 4-5 അംഗങ്ങളാണുള്ളത്. സന്തോഷിൻ്റെ ഭാര്യ രാഗിണി, അതുപോലെ തന്നെ സന്തോഷിൻ്റെയും കല്യാണിൻ്റെയും അച്ഛനായിട്ടുള്ള അജയ് സിംഗ്, അവരിതുപോലെ തന്നെ ഈ മരണപ്പെട്ട സുശീലാദേവി, ഇത്രയും പേര് അവിടെയുണ്ട്. ഇവർക്ക് ഭാരിച്ച ഭൂസ്വത്തുണ്ട്. അപ്പോൾ അവിടെ
ഈക്കാണ് ഈ പൂജയെ കൊണ്ടുപോകുന്നത്. പൂജ അവിടെ ചെന്ന് ഈ രാഗിണിയുടെ സ്ഥാനം തട്ടിയെടുത്തു. രാഗിണിയാണല്ലോ ശരിക്കും സന്തോഷിൻ്റെ ഭാര്യ. ഈ സ്ഥാനം പൂജ തട്ടിയെടുക്കുന്നു. തട്ടിയെടുത്ത ശേഷം സന്തോഷുമായുള്ള ബന്ധം പുലർത്തുകയും പൂജ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു. ഇതോടുകൂടി രണ്ടാമത്തെ സ്ത്രീ, ആ നേരത്തെ കല്യാണിൻ്റെ ഭാര്യ വീട് വിട്ടുപോയി. രണ്ടാമത്തെ സന്തോഷിൻ്റെ ഭാര്യയായിട്ടുള്ള ഇളയ സഹോദരനായിട്ടുള്ള രണ്ടാമത്തെ സഹോദരനായിട്ടുള്ള സന്തോഷിൻ്റെ ഭാര്യയും ഇതോടുകൂടി വീട്ടിൽ നിന്ന് പോകുന്നു. പിന്നെ അവിടെ ഉള്ളത് ഈ പറയുന്ന പൂജയും സുശീലാദേവിയും അജയ് സിംഗും സന്തോഷുമാണ് അവിടെയുള്ളത്. ഇതിനിടെ തന്നെ ഈ അജയ് സിംഗുമായിട്ടും ഈ പൂജ ബന്ധം ആരംഭിക്കുന്നു. ഇത് സന്തോഷ് അറിഞ്ഞതോടുകൂടി സന്തോഷ് ഈ പൂജയെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു. അതായത് തൻ്റെ പിതാവുമായിട്ടും ഈ സ്ത്രീ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണെന്ന് അറിയുന്നു. അതേ സംഭവം തന്നെ ഈ സുശീലാദേവിയും അറിയുന്നു. തൻ്റെ ഭർത്താവുമായിട്ട് മരുമകൾക്ക് ഒരു ബന്ധം, അത് ആ കുടുംബത്തിൽ വലിയ പ്രശ്നമായി മാറുന്നു. ഈ പ്രശ്നം രൂക്ഷമായി വന്നതോടുകൂടി ഈ സ്വത്ത് ഭാഗം ചെയ്യണം, അതിലൊരു ഭാഗം തനിക്ക് വേണം, തനിക്കും തൻ്റെ മകൾക്കും അവകാശപ്പെട്ടതാണ്, സന്തോഷിൽ പിറന്ന തൻ്റെ മകൾക്കും അതുപോലെ തന്നെ തനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു. അജയ് സിംഗ് ഈ സ്വത്ത് ഭാഗം ചെയ്യാൻ തയ്യാറാകുന്നു. സന്തോഷും സാരമില്ല, ഭാഗം ചെയ്ത് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നു. പക്ഷേ സുശീലാദേവി അത് കൊടുക്കാൻ തയ്യാറല്ല. അവർ അതിനെ ശക്തമായി എതിർത്തു. ഇതോടുകൂടിയാണ് സുശീലാദേവിയെ വധിക്കാനുള്ള ഒരു തീരുമാനം ഈ പൂജ എടുക്കുന്നത്. പൂജ അതിന് കൂട്ടുപിടിക്കുന്നത് പൂജയുടെ സഹോദരിയും ഇതേ രീതിയിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള സ്ത്രീയാണ്. അവരുടെ പേര് കാമിനി എന്നാണ്. അവരിവിടെ നിന്നും ഝാൻസിയിൽ നിന്നും ഏതാണ്ട് 125 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. ഈ കാമിനിയുടെ ഒരു കാമുകൻ അങ്കിത്, അവൻ ഒരു സ്ഥിരം ക്രിമിനലാണ്. എപ്പോഴും തോക്ക് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഈ അങ്കിത്. ഉത്തരേന്ത്യയാണല്ലോ, ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് കേൾക്കുമ്പോൾ തോക്കൊക്കെ കൊണ്ട് സ്ഥിരം നടക്കും എന്നൊക്കെ ആലോചിക്കും. അതൊക്കെ സ്ഥിരം അവർ കൊണ്ട് നടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ അങ്കിത്. അങ്ങനെ കാമിനിയും അങ്കിതുമായി ചേർന്ന് ഒരു പ്ലാൻ ഈ പൂജ തയ്യാറാക്കുന്നു. അപ്പോൾ പൂജ തയ്യാറാക്കുന്ന പ്ലാൻ ഇതാണ്: ഈ സുശീലാദേവിയെ കൊല്ലുക, അതിനുശേഷം ലഭിക്കുന്ന സ്വത്ത് വിൽക്കുന്നു, അതിലെ പകുതി പണം നിങ്ങൾക്ക് തരുന്നു, അതായത് കാമിനിക്കും അങ്കിതിനും തരുന്നു, പകുതി പണം പൂജ എടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കൊട്ടേഷൻ കൊടുക്കുന്നത്. ആദ്യം ഭർത്താവിന് കൊടുത്തു, രണ്ടാമത് അമ്മായിയമ്മയ്ക്ക് കൊടുക്കുന്ന കൊട്ടേഷനാണ് ഇത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂജ ഒരു വ്യാജ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. മകളുടെ പിറന്നാൾ ആഘോഷം ഗ്വാളിയറിൽ കൊണ്ടുവച്ചു. ഗ്വാളിയറിൽ ഏതാണ്ട് അത്രയും കിലോമീറ്റർ ദൂരെ കൊണ്ടുവന്ന് ഇത് വെച്ചു കൊടുത്തു. ആ പിറന്നാൾ ആഘോഷത്തിലേക്ക് അജയ് സിംഗിനെയും മകൻ സന്തോഷിനെയും പൂജ ക്ഷണിച്ചു. സ്വാഭാവികമായിട്ടും അവർക്ക് സംശയം വരുന്നില്ല. കാര്യം സുശീലാദേവിയും ഈ പൂജയും തമ്മിൽ പ്രശ്നങ്ങളായതുകൊണ്ട് ഇവർക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് സുശീലാദേവിയെ ക്ഷണിക്കാത്തതാണ് എന്ന് വിചാരിച്ചു. തുടർന്ന് ഈ രണ്ടുപേരെയും കൂട്ടി, മകളെയും കൂട്ടി ഈ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി ഈ പൂജ അവിടേക്ക് പോയി. ആ സമയത്ത് തന്നെ ഈ കാമിനിയും അങ്കിതും ഈ സ്ഥലത്തെത്തുന്നു. ഇവർ ഈ വീട്ടിൻ്റെ വെളിയിൽ കാത്തു നിൽക്കുകയും ഈ സുശീലാദേവി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവർ വീടിനുള്ളിൽ കയറുകയും ഈ സ്ത്രീയെ കെട്ടിയിടുകയും ചെയ്തു. തുടർന്ന് ഇവർ കൊണ്ടുവന്ന വിഷം ഈ സ്ത്രീയുടെ ഞരമ്പിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു. പക്ഷേ ഇവർ മരണപ്പെടുന്നില്ല. ഇവർ വെപ്രാളം കാണിച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടുകൂടി ഈ സ്ത്രീയെ കഴുത്തിൽ തുണി ചുറ്റിപ്പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന 8 ലക്ഷത്തിൻ്റെ സ്വർണവുമായി ഈ അങ്കിതും കാമിനിയും ഇരുചക്ര വാഹനത്തിൽ സ്ഥലം വിടുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ അജയ് സിംഗും സന്തോഷുമൊക്കെ തിരികെ വന്നെങ്കിലും പൂജ അവിടേക്ക് വരുന്നില്ല. ഈ മരണാനന്തര ചടങ്ങ് എല്ലാം കഴിഞ്ഞിട്ടാണ് പൂജ അവിടേക്ക് വരുന്നത്. വന്ന പോലീസിന് ആദ്യം തന്നെ ഇതൊരു മോഷണ ശ്രമം നടന്നുവെന്ന് മനസ്സിലായി. പക്ഷേ പൂജ വരാത്തതിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ചും പൂജയ്ക്ക് ഈ സുശീലാദേവിയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഈ ബന്ധുക്കൾക്കൊക്കെ അറിയാം. അപ്പോൾ അവർ പൂജയെക്കുറിച്ച് സംശയങ്ങൾ പറഞ്ഞു. തുടർന്നാണ് പോലീസ് പൂജയുടെ ഫോൺ പിടിച്ചു മേടിച്ച് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലൊരു കോളുകൾ തൻ്റെ സഹോദരിക്കും അതുപോലെ തന്നെ സഹോദരിയുടെ കാമുകനും വേണ്ടി പോയിട്ടുണ്ട്. തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ്. തുടർന്ന് പോലീസ് ഈ പൂജ യാദവിൻ്റെ ഹിസ്റ്ററി എടുത്തപ്പോൾ ഇവർ 11 വർഷം മുമ്പ് ആദ്യ ഭർത്താവിനെ വധിക്കാൻ, വാടക കൊലയാളികളെ വെച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് എന്നുള്ള ഒരു റെക്കോർഡ് പോലീസിന് ലഭിക്കുന്നു. ഇതോടുകൂടി കാര്യമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം സമ്മതിച്ചു. സുശീലാദേവിയെ വധിച്ചെന്നും അതിന് ഏർപ്പാട് ചെയ്ത് തൻ്റെ സഹോദരിയെയും കാമുകനെയും ആണെന്ന് പറയുന്നു. ഇതിനും ശേഷം ഈ കാമിനിയെയും ഈ പൂജയും ഒക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഈ അങ്കിതിനെ കിട്ടുന്നില്ല.
അങ്കിതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ഝാൻസിയിൽ വെച്ച് അങ്കിതിനെ പോലീസ് കണ്ടുമുട്ടുന്നു. UP പോലീസിന് നേരെ ഇയാൾ ഫയർ ചെയ്തു. പോലീസിന് നേരെ ഫയർ ചെയ്തു. കയ്യിലിരുന്ന് തോക്ക് വെച്ച് ഫയർ ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തിരിച്ച് ഫയർ ചെയ്തു. ഇതിനെ തുടർന്ന് ഇപ്പോൾ അയാൾ ഝാൻസിയിലെ പോലീസിൻ്റെ വെടിയേറ്റ അയാൾ ഝാൻസിയിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ ക്രൈമിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, 11 വർഷം പ്ലാൻ ചെയ്തുകൊണ്ടാണ് പൂജ 2 തവണ പദ്ധതി ഇട്ടെങ്കിലും, 2 പേരെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടെങ്കിലും ആ പദ്ധതിയൊന്നും എന്താ പറയുക പ്രാക്ടിക്കലായില്ല. ഒരെണ്ണം പ്രാക്ടിക്കലായി വിജയിച്ചുവെങ്കിൽ പോലും പിടിക്കപ്പെട്ടു. ഇവിടെ UP പോലീസ് പറയുന്ന ഒരു പ്രത്യേകത, അടുത്ത ലക്ഷ്യം ഈ സുശീല ദേവി മരിച്ച് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മകനായിട്ടുള്ള സന്തോഷായിരുന്നു. അതിനുശേഷം അജയ് സിംഗ്. ഈ കുടുംബത്തെ മൊത്തത്തിൽ വകവരുത്താനായിരുന്നു ഇവരുടെ പദ്ധതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭാഗം ചെയ്ത് കിട്ടിയ രണ്ടാമത്തെ ഭാഗം, ഇവർക്ക് കിട്ടേണ്ട ഭാഗം കൂടി ഈ പറയുന്ന പൂജയ്ക്ക് ലഭിക്കുകയുള്ളൂ. ആ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് പൂജ ഇട്ടത്, പക്ഷേ പാളിപ്പോയി. ഇതാണ് UP യിൽ നിന്നും വരുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്രൈം. ശരി.